നാഗാലാൻഡിലെ സുഖോവിയിൽ അസം റൈഫിൾസ് വാഹനങ്ങൾക്ക് നേരെ IED ആക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിക്കുകയും 4 ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രദേശത്ത് നിലവിൽ സൈന്യവും മറ്റ് സുരക്ഷാ ഏജൻസികളും ചേർന്ന് വലിയ തോതിലുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയുടെ കാവലാളുകളായ അസം റൈഫിൾസ് സേനയ്ക്ക് നേരെ നാഗാലാൻഡിൽ വീണ്ടും ഭീകരാക്രമണം. നാഗാലാൻഡിലെ ചുഹു മൂക്കേദിമ ജില്ലയിലെ സുഖോവിയിലാണ് സായുധ ഭീകരർ സ്ഥാപിച്ച IED പൊട്ടിത്തെറിച്ചത്. അസം റൈഫിൾസിന്റെ പരിശീലന കേന്ദ്രത്തിലേക്ക് ജവാന്മാരുമായി പോകുകയായിരുന്ന വാഹനത്തിന് നേരെയായിരുന്നു ആക്രമണം. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഒരു ജവാൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വീരമൃത്യു വരിച്ചതായാണ് ഉന്നത സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. പരിക്കേറ്റ മറ്റ് 4 ജവാന്മാരെ തൊട്ടടുത്തുള്ള സൈനിക ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റിയിട്ടുണ്ട്. ഇവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് സൂചന. ജവാന്മാർ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് ട്രക്ക് ലക്ഷ്യമിട്ടാണ് റോഡരികിൽ അതിശക്തമായ സ്ഫോടന വസ്തുക്കൾ ഭീകരർ ഒളിപ്പിച്ചിരുന്നത്. ആക്രമണം നടന്ന ഉടൻ തന്നെ സുഖോവി മേഖലയിലേക്ക് കൂടുതൽ സൈനിക വ്യൂഹത്തെ എത്തിച്ചിട്ടുണ്ട്. പ്രദേശം പൂർണ്ണമായും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാക്കുകയും കാടുകളിലേക്കും സമീപ ഗ്രാമങ്ങളിലേക്കും വഴിതിരിയുന്ന പാതകൾ അടയ്ക്കുകയും ചെയ്തു. ഭീകരർക്കായി അതിശക്തമായ തിരച്ചിലാണ് അസം റൈഫിൾസും പോലീസും സംയുക്തമായി നടത്തുന്നത്. അതിർത്തി കടന്നെത്തിയ ഭീകരവാദ ഗ്രൂപ്പുകളാണോ ഈ ആക്രമണത്തിന് പിന്നിലെന്ന് സൈന്യം അന്വേഷിച്ചു വരികയാണ്. കോഹിമ ആസ്ഥാനമായുള്ള ഡിഫൻസ് PRO പുറത്തുവിട്ട പ്രാഥമിക വിവരപ്രകാരം പ്രദേശം ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വടക്ക് കിഴക്കൻ അതിർത്തികളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ കരസേനയുടെ പ്രത്യേക സംഘവും രംഗത്തുണ്ട്. ജനം, ഡൽഹി.